ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ബഹുജനങ്ങൾ എന്ത് തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് കഴിച്ചിരുന്നത് എന്ന വിഷയത്തെക്കുറിച്ചാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുന്നതിന് മുമ്പെന്ന് പറയുന്നത് തെറ്റായിപ്പോവും. കാരണം ബ്രിട്ടീഷുകാർ നേരിട്ട് ഇന്ത്യ പിടിച്ചിട്ടൊന്നുമില്ല. ഇപ്പോൾ ബ്രിട്ടനിലെ രാജ്ഞിയുടെ ആജ്ഞ അനുസരിച്ച് നേരിട്ടൊരു ഗ്രൂപ്പ് വന്ന് പിടിച്ചതല്ല. ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടീഷുകാരല്ല പിടിച്ചത്. കാരണം ബ്രിട്ടനിലുള്ള ഒരു കമ്പനിയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്ന ബ്രിട്ടനിലുള്ള ഒരു കമ്പനി ഉണ്ടല്ലോ, ആ കമ്പനിയാണ് ഇന്ത്യ കീഴടക്കിയത്. ബ്രിട്ടീഷ് രാജ്ഞി അറിഞ്ഞ പോലുമല്ല ബ്രിട്ടനിലുള്ള ഒരു കമ്പനി ഇങ്ങനെ ഇന്ത്യ പിടിച്ച കാര്യം. രാജ്ഞി അറിഞ്ഞിട്ട് പോലുമില്ല. രാജ്ഞിയൊക്കെ അറിഞ്ഞത് കുറെ നാളുകൾക്ക് ശേഷമാണ്. അതായത് അവസാനം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പൊക്കെയാണ് അവിടുത്തെ രാജ്ഞിയുടെ നേതൃത്വത്തിൽ നേരിട്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചത് അവസാന കുറച്ച് സമയത്താണ്. ബഹുഭൂരിപക്ഷം സമയത്തും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഇന്ത്യ ഭരിച്ചിരുന്നത്. അതായത് ബ്രിട്ടനിലുള്ള ഒരു കോർപ്പറേറ്റ് കമ്പനിയിലെ കുറച്ച് കച്ചവടക്കാർ പിടിച്ച രാജ്യമാണ് ഇന്ത്യ. ബ്രിട്ടീഷുകാർ പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അതൊരു തെറ്റിദ്ധാരണയാണ്. ബ്രിട്ടനിലുള്ള ഒരു കമ്പനിയിലെ കച്ചവടക്കാർ പിടിച്ച രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ അങ്ങനെ വേണം പറയേണ്ടത്. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് ഇന്ത്യയിലുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ഭക്ഷിച്ചിരുന്ന ഭക്ഷണങ്ങളെക്കുറിച്ച് PK ബാലകൃഷ്ണൻ ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും എന്ന തൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ആദ്യം വായിക്കാം. അരി താഴ്ന്ന ജാതിക്കാരുടെ ഭക്ഷണ പദാർത്ഥമാവുന്നത് വർഷം പ്രതി അല്പനാളത്തേക്ക് മാത്രമാണ്. കൈവശം വരുന്ന അല്പമായ സ്റ്റോക്ക് തിന്നു തീരുന്ന പാടെ നട്ടു വളർത്തുന്ന കിഴങ്ങുകളും നാനാവിധം കാട്ടുകിഴങ്ങുകളും ഒരു തരം പനന്തടിയിൽ നിന്നെടുക്കാവുന്ന സാഗോപ്പൊടിയും അവർക്കുള്ള ഭക്ഷണമായിത്തീരുന്നു. മലബാര ഗോത്രങ്ങൾക്ക് കാട്ടുകിഴങ്ങുകൾ മാത്രമാണ് ഭക്ഷണം. വിവേചനമില്ലാത്ത വിശപ്പ് ഏത് തരം കാട്ടുകിഴങ്ങുകളും പ്രത്യേകിച്ച് വെള്ളത്തിലെ ചെടികളുടെ കിഴങ്ങുകൾ ഭക്ഷണങ്ങളാക്കി മാറ്റുന്നു. കായലിൽ കഴുത്തറ്റം വെള്ളത്തിൽ നിന്ന് പുലയർ ഇവ തിരയുന്നത് കാണാം. അതായത് കാട്ടുകിഴങ്ങല്ല, വെള്ളത്തിൻ്റെ അടിയിലുള്ള ഒരു പ്രത്യേക കിഴങ്ങ്. അപ്പോൾ ആ കിഴങ്ങ് കഴുത്തറ്റം വെള്ളത്തിൽ മുങ്ങിയിട്ട് അതായത് തിങ്ങാനൊന്നുമില്ലാതെ പുലയർ ഈ വെള്ളത്തിൽ കഴുത്തറ്റം മുങ്ങിക്കിടന്നിട്ട് കാട്ടുകിഴങ്ങ് തിരയുന്നത് കാണാമെന്നാണ് PK ബാലകൃഷ്ണൻ എഴുതിയിരിക്കുന്നത്. ഇവ കൊണ്ടുള്ള പോരായ്മ, അതായത് ഈ കാട്ടുകിഴങ്ങ് തിന്നിട്ടും ചില സമയത്ത് കാട്ടുകിഴങ്ങ് പോലും കിട്ടത്തില്ല തിരയുമ്പോൾ. അപ്പോൾ ഒന്നും കിട്ടാത്ത സമയത്ത് എലി, ഓന്ത് എന്നീ ജീവികളാണ് തിന്നുന്നത്. തീരെ താഴ്ന്ന ജാതിക്കാർ അറപ്പുണ്ടാക്കുന്ന ഈ വിഭാഗത്തെ മിക്കപ്പോഴും ആശ്രയിക്കേണ്ടി വരുന്നു. എത്ര ദുരന്തം പിടിച്ച ജീവിതമാണോ ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. ഇവിടെ ഉള്ള ദ്രവീഡിയൻ ബഹുജനങ്ങൾ ബ്രിട്ടീഷുകാർ സായിപ്പ് വരുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഇവിടെ കഴിഞ്ഞതെന്നാണ് ഇപ്പോൾ PK ബാലകൃഷ്ണൻ ജാതി വ്യവസ്ഥയും കേരളവും എന്നുള്ള ചരിത്ര പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ പല ആളുകളും ഈ ഇന്ത്യയുള്ള ദ്രവീഡിയൻസ് ആയിട്ടുള്ള ഈ ലോവർ കാസ്റ്റ് ആണെന്ന് പറയപ്പെട്ടിരുന്ന ഈ ഇന്ത്യ വരുന്ന ഈ ബഹുഭൂരിപക്ഷം വരുന്ന ബഹുജനങ്ങളും പറയുന്നത് ബ്രിട്ടീഷുകാർ നമ്മൾ ഇന്ത്യക്കാരെ അടിമപ്പെടുത്തി എന്ന് ഇവർ പറയുന്നുണ്ട്. എനിക്ക് അങ്ങോട്ടൊരു കാര്യം ചോദിക്കാനുള്ളത്, ബ്രിട്ടീഷുകാർ നിങ്ങളെയൊക്കെ അടിമപ്പെടുത്തി എന്ന് വെക്കാം. അപ്പോൾ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് നിങ്ങൾ അടിമകളല്ലാതെ സുഖിച്ചാണോ ഈ 2500 3000 വർഷം ഇവിടെ ജീവിച്ചിരുന്നത്? ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ദ്രവീഡിയനായിട്ടുള്ള ബഹുജനങ്ങൾക്ക് വഴി നടക്കാൻ അവകാശം ഉണ്ടായിരുന്നോ? നിങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് നിങ്ങൾക്ക് സ്കൂളിൽ വിദ്യാഭ്യാസം പഠിക്കാൻ അവകാശം ഉണ്ടായിരുന്നോ? നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ കിടന്നത്? കാരണം മുലക്കരവും തലക്കരവും, അതായത് അടിമകളായി സ്ലേവ്സ് ആയിട്ടാണ്. ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് നിങ്ങൾ സ്ലേവ്സ് ആയിട്ടാണ് ജീവിച്ചത്. നിങ്ങളുടെ പൂർവികർ ഇവിടുത്തെ ഇപ്പോൾ ബ്രിട്ടീഷുകാർ നമ്മൾ അടിമപ്പെടുത്തി, ക്വിറ്റ് ഇന്ത്യ, സായിപ്പ് ദുഷ്ടനാണെന്നൊക്കെ പറയുന്ന ആളുകളുടെ അടുത്താണ് എനിക്ക് ചോദിക്കാനുള്ളത്. ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഇവിടെ ഉള്ള ബഹുഭൂരിപക്ഷം ബഹുജനങ്ങൾ ഒന്നും കിട്ടാതെ പല്ലി, ഓന്ത്, തവള, മാക്രി, കാട്ടുകിഴങ്ങ്, അത് വെള്ളത്തിൻ്റെ അടിയിലുള്ള ചെടിയുടെ കിഴങ്ങ്, അവൻ്റെ എന്തൊരു കൂവപ്പൊടിയോ എന്തോ ഒരു പൊടിയൊക്കെയാണ് തിന്നുകൊണ്ടിരുന്നത്. അപ്പം ഈ സത്യങ്ങൾ മനസ്സിലാക്കണം. അതായത് ഈ ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണ് മാക്രിയും എലിയും ഒക്കെ തിന്ന് അടിമകളായി വഴി നടക്കാൻ പോലും പറ്റാത്ത, വിദ്യാഭ്യാസം കിട്ടാതെ അടിമകളായിട്ട് കിടന്ന ഇവിടുത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും വിദ്യാഭ്യാസം തന്നതും നിങ്ങൾ ഇപ്പം നല്ലവണ്ണം തിന്നുകൊണ്ടിരിക്കണമല്ലോ. അത് ഇവിടെ ഒരുത്തനും കണ്ടുപിടിച്ചതല്ല, സായിപ്പിൻ്റെ ടെക്നോളജിയാണ്. ആ ബ്രിട്ടീഷുകാരെ ഇവിടെ വന്ന് അവൻ്റെ യൂറോപ്പിൽ ഉണ്ടാക്കിയ ജനറ്റിക് എഞ്ചിനീയറിങ്ങും ഫാക്ടറിയും അവൻ്റെ ആധുനിക ടെക്നോളജിയൊക്കെ കണ്ടുപിടിച്ച് അവൻ ഫാക്ടറിയൊക്കെ കൊണ്ടുവന്ന് നല്ല ഫുഡൊക്കെ തന്നുകൊണ്ടാണ് ഇവിടെ ഉള്ള ബഹുഭൂരിപക്ഷം ബഹുജനങ്ങളും ഇന്ന് പെറ്റുപെരുകി 140 കോടിയായി
ഇന്ന് സുഖിച്ച് കഴിയുന്നത്. എന്നിട്ടും യവന്മാർ പറയുകയാണ് ബ്രിട്ടീഷുകാർ ദുഷ്ടന്മാർ, നമ്മൾ അടിമപ്പെടുത്തിയവരാണ് ബ്രിട്ടീഷുകാരെന്ന് ഇങ്ങനെ അഭിമാനത്തോടു കൂടി പറയുകയാണ്. ഈ ബ്രിട്ടീഷുകാരെ സായിപ്പിനെ കുറ്റം പറയുന്നതിന് മുമ്പേ ഈ ബഹുജനങ്ങൾ, ഇവിടെ വരുന്ന ബഹുഭൂരിപക്ഷം ബഹുജനങ്ങളും സായിപ്പ് വരുന്നതിന് മുമ്പ് നിങ്ങളുടെ പൂർവികർ ഇവിടെ എന്തൊക്കെ തിന്ന് കിടന്നതെന്ന് ഞാനിപ്പോൾ കാണിച്ചല്ലോ. അങ്ങനെയാണ് കിടന്നതെന്ന് അറിയണം. സായിപ്പ് വന്നുകൊണ്ടാണ് അവർ വിദ്യാഭ്യാസം കിട്ടിയത്. നിങ്ങളൊക്കെ ഇന്ന് സുഖിച്ച് ജീവിക്കുന്നുണ്ടല്ലോ, അത് ഇവിടത്തെ ഒരുത്തൻ്റെ ഔദാര്യത്തിലല്ല, സായിപ്പിൻ്റെ ഔദാര്യത്തിലാണ്. നിങ്ങളിന്ന് 5 നേരം വെട്ടി വിഴുങ്ങുന്നുണ്ടല്ലോ, അത് സായിപ്പിൻ്റെ ടെക്നോളജിയാണ്. മനസ്സിലായി? അതായത് അടിമകളായി കിടന്ന നിങ്ങളെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചൊരു സായിപ്പാണോ? യഥാർത്ഥത്തിൽ സായിപ്പാണ് നിങ്ങളുടെ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ബഹുജനങ്ങളുടെ സ്വാതന്ത്ര്യ സമര സേനാനി സായിപ്പാണ്. അതുകൊണ്ടാണ് നാരായണഗുരു പറഞ്ഞത് ബ്രിട്ടീഷുകാരാണ് നമുക്ക് സന്യാസം തന്ന നമ്മുടെ ഗുരുക്കന്മാർ. നാരായണഗുരു, അതായത് എല്ലാ ആളുകളും പറയുകയാണ് നാരായണഗുരുവാണ് നമ്മുടെ ഗുരു എന്ന്. നാരായണഗുരു പറയുകയാണ് എൻ്റെ ഗുരു സായിപ്പാണെന്ന്. അപ്പം ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് വെറുതെ സായിപ്പ് ദുഷ്ടനാണ്, സായിപ്പ് നമ്മളെ അടിമപ്പെടുത്തി എന്നൊന്നും പറയാതെ, സായിപ്പ് വരുന്നതിന് മുമ്പ് ഇവിടുത്തെ ബഹുജനങ്ങൾ ജീവിച്ചത് അടിമകളെക്കാളും ദുരന്തം പിടിച്ച ജീവിതമാണ്. കണ്ടല്ലോ, പല്ലീനെ ഓന്തിനെയൊക്കെ തിന്ന് ജീവിക്കണമെന്നൊക്കെ പറയുമ്പോൾ എത്ര ഗതികെട്ട അവസ്ഥയാണോ. അപ്പോൾ അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, സീ യു.